ഇന്ന് കാലത്ത് തന്നെ പപ്പായ തോരൻ വയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പപ്പായ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ടുണ്ട്. തേങ്ങ ഇപ്പം നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇതൊന്ന് കൂട്ടി തിരുമ്പി വെച്ചാൽ നല്ലതാണ്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുല്ലോ, അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മളവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ പപ്പായയും സവോളയും പച്ചമുളകൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണേ. സിമ്മിൽ വെക്കണം കേട്ടോ, കാരണം ആ ഒരു എണ്ണയിലും ഒക്കെ കിടന്നിട്ട് വേണ്ട വേവാനായിട്ട്. അപ്പോൾ സിമ്മിൽ വെക്കുകയാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പോൾ സിമ്മിൽ വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ. തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ, പക്ഷേ ഞാൻ ലാസ്റ്റാണ് ചേർക്കണേ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാബേജ് വയ്ക്കണ പോലെയാണ്, കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് പപ്പായ തോരൻ വയ്ക്കാം. നല്ല ടേസ്റ്റാട്ടോ അത്. കാബേജ് അന്ന് പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പോവാൽ എല്ലാവരും കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ. നല്ലൊരു പ്രിപ്പറേഷനാണ് പപ്പായ വെച്ചിട്ട് തോരൻ. പിന്നെ ഇത് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ തൈര് ഇതേ നന്നായി ഒന്ന് കട്ടയ്ക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ സവോളയല്ല, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഒരു വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി മുരിഞ്ഞ് വരണം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തേ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കണേന്ന്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോമ്പ് കാലത്ത് പപ്പടം വറുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വറുത്ത പപ്പടത്തിൻ്റെ എണ്ണ അന്ന് തന്നെ കഴിക്കും. അപ്പോൾ ആ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ കൂട്ടാൻ കാച്ചണത്. അത് കാരണമായിട്ട് അത് കളർ അങ്ങനെ ഇരിക്കണ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ തൈരിലേക്ക് ഇതങ്ങോട്ട് തട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ തൈര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഈ ഉള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കഴിക്കാനായിട്ട് തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിൽ ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. നമ്മളത് മാറ്റി വെച്ചു. പിന്നെ പരിപ്പ് മുളക് കാച്ചി, കാരണം മോര് അപ്പച്ചനും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പരിപ്പ് കുറച്ച് മുളക് കാച്ചി, പരിപ്പ് മുളക് കാച്ചിയത് അപ്പച്ചനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടലയും കാച്ചിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉപയോഗിച്ചത്. ഇപ്പോൾ കടല എന്താണ് ഇത്ര കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് ഇവിടെ കഞ്ഞിയാണ് യൂസ് ചെയ്യുന്നത്. കഞ്ഞിയാണ് കഴിക്കണത്, യൂസ് ചെയ്യുന്നതല്ല കഴിക്കുന്നത്. അപ്പോൾ കടല ഉപ്പേരിയാണ് കഞ്ഞിക്കുന്ന്. ഇതാണ് കടല കൂടുതൽ കാച്ചിരിക്കണത് കേട്ടോ. സാധാരണ കടല കാച്ചണമല്ല തന്നെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കടല എങ്ങനെയാണ് കാച്ചണതെന്ന്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. മോരൊഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അച്ചാർ എടുത്തിട്ടുണ്ട്. പപ്പായ തോരനുണ്ട്, കടലുപ്പേരി ഉണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം കേട്ടോ.